മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഉദ്ഘാടനം പോലും ചെയ്യാത്ത പുതിയ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകരും രംഗത്തെത്തി. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുകയാണ്. പുതിയതായി നിർമ്മിച്ച റോഡിലൂടെയാണ് വെള്ളം കുത്തിയൊഴുകുന്നത്. ഉദ്ഘാടനം പോലും നടത്താത്ത ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വെള്ളം തുടർച്ചയായി ഒഴുകുന്നതിനാൽ റോഡിന്റെ ഭാഗങ്ങളിൽ ചെളിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹനയാത്രയ്ക്കും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പൈപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവഗണിച്ചുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് പ്രധാന കാരണമെന്നാണ് ബിജെപി ആരോപണം ഉന്നയിക്കുന്നത്. നിലവിലെ ശാന്തിനഗർ മണ്ണമ്പേട്ട റോഡ് 3.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡ് 5 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഇപ്പൊ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഒരുപാട് വെള്ളം ഇവിടെ പാഴായി പോവാണ്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ. ഉദ്ഘാടനം ചെയ്യാത്ത ഈ റോഡില് പല അപാകതകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മുൻപ് PWD എയ്ഡ് എടുത്തും വാട്ടർ അതോറിറ്റി എയ്ഡ് എടുത്തും ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയുടെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ വെള്ളം ഇതേപോലെ പൊട്ടി പാഴായി പോകുന്നത്. മുൻപും കഴിഞ്ഞ 2 ആഴ്ച മുൻപും ഇതേ സംഭവം തൊട്ടടുത്ത സ്ഥലത്തുണ്ടായിട്ടുള്ളതാണ്. അവരത് പാച്ച് വർക്ക് ചെയ്ത് റോഡ് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ റോഡ് പാച്ച് വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇത് വെള്ളം ഈ വേനൽക്കാല സമയത്ത് ഇതേപോലെ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇത്രയും വെള്ളം പാഴായി പോകുന്നത് നമുക്ക് കണ്ടു നിൽക്കാവുന്ന ഒരവസ്ഥ നിലവിലില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ഗുണമേന്മയുള്ള പൈപ്പ് സ്ഥാപിച്ച് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും ബിജെപി പുതുക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MC അജിത് കുമാർ ആവശ്യപ്പെട്ടു. ഇപ്പം ഈ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ വേനൽക്കാലമാണ്. മനക്കൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന ഈ അവസരത്തിൽ ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരം പ്രവർത്തികൾ ഇനിയും ആവർത്തിക്കാത്ത വിധത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക്, ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഈ റോഡ് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ റോഡ് നാശമായിട്ടുള്ള നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഈ വളരെയധികം ആളുകൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് ഈ വെള്ളം പാഴായി പോയാലുമുള്ള ഒരു പ്രശ്നം അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ കൈകൊണ്ടുള്ളത്. ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളായിട്ടുള്ള ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പൈപ്പുകൾ മാറ്റി അതിൻ്റെ അടിയിൽ കൂടെ നല്ല പൈപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഈ നിർമ്മാണ പ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നത്. അത് ഈ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടില്ല. അത് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വലിയൊരു കഴിവുകേടാണ്. അത് നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. അവരെ ഏത് നിലയ്ക്കായാലും ഇത്തരം ഒരു പ്രവർത്തികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്ന വിധത്തിലായിരിക്കണം സർക്കാരിൻ്റെ നടപടികളെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.